നമസ്കാരം. 100 വർഷം പിന്നിടുമ്പോഴും ഒരു മഹാകവിയുടെ വിയോഗം മലയാളികൾക്ക് മറക്കാനും അതിൻ്റെ വ്യസനമടക്കാനും കഴിയില്ല. എങ്കിൽ ആ മരണമുണ്ടാക്കിയ നടുക്കവും നഷ്ടവും എത്ര വലുതാണെന്ന് മനസ്സിലാക്കണം. 1924 ജനുവരി 16 അന്ന് കൊല്ലത്ത് നിന്ന് ആലപ്പുഴയിലേക്കുള്ള യാത്രയിൽ പല്ലനയാറ്റിൽ റെഡീമർ എന്ന ബോട്ട് മുങ്ങി. കുമാരനാശാൻ എന്ന മഹാകവിയെ ജലം ഏറ്റുവാങ്ങി. 17-ാം തീയതി പുലർച്ചെ 5 മണിക്കാണ് ആ മരണം സംഭവിച്ചത്. പിന്നെയും ഒരു ദിവസം കൂടി കഴിഞ്ഞാണ് കുമാരനാശാന്റെ ഭൗതിക ശരീരം കണ്ടെടുത്തത്. മലയാള ഭാഷയ്ക്കും ആധുനിക കേരളത്തിനും യുഗസൃഷ്ടാവാണ് മഹാകവി കുമാരനാശാൻ. കവിതയെ ആശാൻ നവോത്ഥാനത്തിന്റെ വാക്കാക്കി തീർത്തു. അടിമത്തമില്ലാത്ത രാഷ്ട്രം, ജാതി മത വർണ്ണ വർഗഭേദമില്ലാത്ത സമൂഹം, ചൂഷണമുക്തമായ സമുദായം തുടങ്ങിയ സാമൂഹിക ആദർശങ്ങളെയെല്ലാം അദ്ദേഹം തൻ്റെ കാവ്യാദർശങ്ങളാക്കി. കെട്ടിനിർത്താൻ കഴിയാത്ത ദുർബലപ്പെട്ട ചരടിൽ ജനത നിൽക്ക എന്ന് അധികാര ഗർവത്തിൻ്റെ വരേണ്യ ശക്തികളെ അദ്ദേഹം ഓർമ്മപ്പെടുത്തി. സ്നേഹവിപ്ലവത്താൽ കാലത്തെ മാറ്റിയെടുത്തു. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതുകളി നിങ്ങളെത്താൻ എന്ന് ഉറക്കെ പാടി. 1873 ഏപ്രിൽ 12 ചിറയൻകീഴ് താലൂക്കിൽ അഞ്ചുതെങ്ങ് ഗ്രാമപഞ്ചായത്തിൽ കായിക്കര ഗ്രാമത്തിലെ തൊമ്മൻവിളാകം വീട്ടിലാണ് കുമാരു എന്ന കുമാരനാശാൻ ജനിച്ചത്. അച്ഛൻ നാരായണൻ പെരുങ്ങാടി. മലയാളത്തിലും തമിഴിലും നിപുണനായിരുന്നു അദ്ദേഹം. അമ്മ കാളിയമ്മ. 9 മക്കളുള്ള കുടുംബത്തിലെ രണ്ടാമത്തെ മകനായിരുന്നു കുമാരൻ. 8 വയസ്സുള്ളപ്പോൾ സംസ്കൃത പഠനം ആരംഭിച്ചു. ഇതിനിടയിൽ കുമാരുവിൻ്റെ അച്ഛൻ്റെയും മറ്റും പ്രയത്നത്താൽ അവിടെ ഒരു പ്രൈമറി സ്കൂൾ സ്ഥാപിച്ചു. ചക്കൻവിളാകം പ്രൈമറി സ്കൂൾ. കോയിൽത്തോട്ടം സ്കൂൾ എന്നാണ് ഇത് അന്ന് അറിയപ്പെട്ടത്. ഇപ്പോൾ ആശാൻ മെമ്മോറിയൽ ഗവൺമെൻറ് LP സ്കൂൾ കായിക്കര. 11-ാമത്തെ വയസ്സിൽ കുമാരൻ ആ സ്കൂളിൽ 2-ാം തരത്തിൽ ചേർന്നു. 14-ാമത്തെ വയസ്സിൽ പ്രശസ്തമായ രീതിയിൽ തന്നെ സ്കൂൾ പരീക്ഷയിൽ ജയിച്ചു. പഠിച്ച സ്കൂളിൽ തന്നെ കുമാരൻ കുറച്ചു കാലം അധ്യാപകനായി ജോലി നോക്കി. അന്നത്തെ സർക്കാർ നിയമപ്രകാരം അത്ര ചെറുപ്രായത്തിലുള്ളവരെ അധ്യാപകരായി നിയമിക്കാൻ വകുപ്പില്ലാത്തതിനാൽ ആ ജോലി സ്ഥിരപ്പെട്ട് കിട്ടിയില്ല. കുറച്ചു കാലം കഴിഞ്ഞ് അധ്യാപക ജോലിയൊക്കെ അവസാനിപ്പിച്ച് സ്നേഹിതരോടൊപ്പം സ്വയം ഇംഗ്ലീഷ് പഠിക്കാൻ ആരംഭിച്ചു. പിന്നീട് കൊച്ചാര്യൻ വൈദ്യൻ എന്നൊരാളിൻ്റെ കടയിൽ കണക്കെഴുത്ത് ജോലി തുടങ്ങി. കണക്കെഴുത്ത് ജോലിയിൽ ഏർപ്പെട്ടിരുന്ന കാലത്ത് തന്നെ കുമാരു കവിത എഴുതാനും ആരംഭിച്ചു. പരവൂരിലെ കേശവനാശാൻ പ്രസിദ്ധീകരിച്ചിരുന്ന സുജനാ നന്ദിനി എന്ന മാസികയിൽ കുമാരൻ്റെ രചനകൾ കുമാരു, എൻ കുമാരൻ, കായിക്കര എൻ കുമാരൻ എന്നീ പേരുകളിലൊക്കെ പ്രസിദ്ധീകരിച്ചു. വള്ളി വിവാഹം, അമ്മാനപ്പാട്ട്, ഉഷാ കല്യാണം, സുബ്രഹ്മണ്യ ശതകം, സ്തോത്രം എന്നീ കൃതികൾ അക്കാലത്താണ് അദ്ദേഹം രചിച്ചത്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആത്മീയ ചൈതന്യം കുമാരുവിനെ ക്രമേണ യോഗിയും വേദാന്തിയുമാക്കി. അക്കാലത്ത് അദ്ദേഹം ഒരു സംസ്കൃത പാഠശാല ആരംഭിച്ചു. സംസ്കൃതം പഠിപ്പിച്ചു തുടങ്ങിയതോടെ അന്നാട്ടുകാർ കുമാരനെ കുമാരനാശാൻ എന്ന് സ്നേഹത്തോടെ വിളിച്ചു. ശ്രീനാരായണ ഗുരു കുമാരനെ ഉപരിപഠനത്തിന് അയക്കാൻ തീരുമാനിച്ചു. അതിനായി ബംഗളൂരുവിൽ ജോലി നോക്കിയിരുന്ന ഡോക്ടർ പൽപുവിനെ ചുമതലപ്പെടുത്തി. 24-ാമത്തെ വയസ്സിൽ ഉന്നത വിദ്യാഭ്യാസത്തിനായി കുമാരനാശാൻ ബംഗളൂരിലേക്ക് പോയി. തുടർന്ന് ഡോക്ടർ പൽപുവിൻ്റെ പരിശ്രമ ഫലമായി 1898 ആശാന് കൊൽക്കത്തയിലെ സംസ്കൃത കോളേജിൽ പ്രവേശനം കിട്ടി. 25 വയസ്സ് മുതൽ 27 വയസ്സ് വരെ കൊൽക്കത്തയിൽ അദ്ദേഹം പഠിച്ചു. ശ്രീനാരായണ ഗുരുവിൻ്റെ ആജ്ഞാനുസാരം കൊൽക്കത്തയിലെ വിദ്യാഭ്യാസം അവസാനിപ്പിച്ച് കുമാരനാശാൻ അരുവിപ്പുറത്ത് മടങ്ങിയെത്തി. അരുവിപ്പുറത്തെ താമസത്തിനിടയ്ക്ക് അദ്ദേഹം മൃത്യുഞ്ജയം, വിചിത്ര വിജയം തുടങ്ങിയ നാടകങ്ങളും ശിവസ്തോത്രമാല തുടങ്ങിയ കവിതകളും രചിച്ചു. നന്നായില്ല എന്ന കാരണത്താൽ വിചിത്ര വിജയം പ്രസിദ്ധീകരിച്ചില്ല. 3 വർഷത്തോളം ആശാൻ അരുവിപ്പുറത്ത് ശ്രീനാരായണ ഗുരുവിനൊപ്പം ആശ്രമത്തിൽ കഴിഞ്ഞു. ഈ കാലഘട്ടത്തിൽ മറ്റൊരു സംഭവം നടന്നു. ശ്രീനാരായണ ഗുരുവും ഡോക്ടർ പൽപുവും മുൻകൈയെടുത്ത് 1903 ജൂൺ 4 SNDP യോഗം സ്ഥാപിച്ചു. യോഗത്തിൻ്റെ സംഘടനാപരമായ ചുമതലകൾ അർപ്പിക്കാൻ ശ്രീനാരായണ ഗുരു തിരഞ്ഞെടുത്തത് വേറെ ആരെയുമായിരുന്നില്ല, പ്രിയ ശിഷ്യനായ കുമാരനാശാനെയായിരുന്നു. അങ്ങനെ 1903 കുമാരനാശാൻ SNDP യോഗത്തിൻ്റെ ആദ്യ സെക്രട്ടറിയായി. ഏതാണ്ട് 16 വർഷക്കാലം അദ്ദേഹം ആ ചുമതല വഹിച്ചു. 1904 അദ്ദേഹം SNDP യോഗത്തിൻ്റെ മുഖപത്രമായി വിവേകോദയം മാസിക ആരംഭിച്ചു. പിന്നീട് അദ്ദേഹത്തിൻ്റെ കൂടി ശ്രമഫലമായി ഈഴവർക്ക് തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിൽ പ്രാതിനിധ്യം ലഭിച്ചു. അദ്ദേഹം നിയമസഭാ അംഗമായി പ്രവർത്തിച്ചു. നിയമസഭയിലെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിനിടെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് കൃതികൾ പിറന്നു. ആ കൃതികളൊക്കെ നമുക്ക് ചിരപരിചിതമാണ്. വീണപൂവ്, നളിനി, ലീല, പ്രരോദനം, ചിന്താവിഷ്ടയായ സീത, ദുരവസ്ഥ, ചണ്ഡാല ഭിക്ഷുകി, ബാലരാമായണം,
ശ്രീബുദ്ധചരിതം, ഒരു സിംഹപ്രസവം തുടങ്ങി അനേകം വിശിഷ്ട കാവ്യങ്ങൾ. അതിനിടെ സ്വന്തമായി ഒരു ഓട്ട് കമ്പനി തുടങ്ങി. നേരിട്ട് തന്നെ നടത്തി വിജയിപ്പിച്ചുകൊണ്ട് ഒരു കവിക്കും വ്യവസായം നടത്താമെന്ന് കാണിച്ചു തന്നു. മലയാള കവിതാ ലോകത്ത് നിറസാന്നിധ്യമായി നിറഞ്ഞു നിൽക്കുന്ന കാലത്താണ് 1924 ജനുവരി 16, അതായത് കൊല്ലവർഷം 1099 മകരം 3-ാം തീയതി വെളുപ്പിന് 3 മണിക്ക് പല്ലനയാറ്റിൽ ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ മോട്ടോർ സർവീസ് വക റെഡീമർ എന്നു പേരുള്ള ഒരു ബോട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിൽ കുമാരനാശാൻ അന്തരിച്ചത്. 51 വയസ്സേ അന്ന് അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളൂ. ദുരൂഹമായ ഈ അപകടം നടന്നത് ബോട്ട് കൊല്ലത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് പോകുമ്പോഴാണ്. 145 യാത്രക്കാരോളം ബോട്ടിലുണ്ടായിരുന്നു. കുമാരനാശാന്റെ മൃതശരീരം അപകടം നടന്നതിൻ്റെ പിറ്റേന്നാണ് കണ്ടെടുത്തത്. പല്ലനയിൽ വെച്ചുണ്ടായ ഈ അപകടത്തിൽ ഭൂരിഭാഗം യാത്രക്കാരും രക്ഷപ്പെട്ടു. അപകടത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം മരണസംഖ്യ 25-നും 35-നും ഇടയ്ക്കാകുമെന്ന് അനുമാനിച്ചിരുന്നു. മകരം 3-ന് അർദ്ധരാത്രി കഴിഞ്ഞ് 3 മണിയോടെയാണ് അപകടമുണ്ടായതും ആശാൻ മരിച്ചതും. മൃതദേഹം സംസ്കരിക്കുന്നതിനെ പറ്റിയുള്ള അവകാശവാദങ്ങളെ തുടർന്ന് ആലപ്പുഴ, കൊല്ലം, തോന്നയ്ക്കൽ എന്നിവിടങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള അഭിപ്രായങ്ങളൊക്കെ ഉയർന്നെങ്കിലും പല്ലന നിവാസികളുടെ നിർബന്ധത്തിനു വഴങ്ങി അവിടെ തന്നെ കല്ലറ കെട്ടി അടക്കുകയാണ് ചെയ്തത്. മഹാകവി വിട പറഞ്ഞിട്ട് ഇന്ന് 100 വർഷം തികയുന്നു. അപ്പോഴും ആ വീണപൂവ് കരിഞ്ഞു പോയിട്ടില്ല. ഇന്നും സുഗന്ധം പരത്തി നിൽക്കുന്നു. പ്രിയ കവിക്ക് ഓർമ്മ പൂക്കൾ.